എന്തൊക്കെയോ പറഞ്ഞു വിടാറുണ്ട്, പെണ്ണുങ്ങൾ 10 പവനിലേറെ സ്വർണ്ണിട്ടാ സക്കാത്ത് കൊടുക്കണം. ആര് പറഞ്ഞു ഇത്? 10 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടുന്ന് വന്നു എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത്. ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ, ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട്. 10 പവനിലേറെ സ്വർണ്ണുണ്ടോ, ആ പുതിയ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചിട്ട് വാപ്പാകത്ത് കൊടുത്തത് പറ്റില്ല, 10 പറ്റുള്ളൂ. ആര് പറഞ്ഞു ഒരു പെണ്ണിന് 100 പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം? ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സക്കാത്തില്ലെന്ന്. സക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം 10 പവനിലേറെയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും 2.5%. പക്ഷെ ഒരു പെണ്ണിന് 100ഉം 200ഉം പവൻ ആഭരണം വെച്ചോട്ടെ, ദീൻ ഹലാലാക്കിയതാണത്. നമ്മൾ എന്തിനെ ഹറാമാക്കുന്നത്? അവർക്ക് ഹലാലാണ്. അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ. അതിന് കണക്ക് പറയേണ്ടതില്ല. അവർ 10 തന്നെ ധരിക്കാവൂ, അങ്ങനെ എവിടെയില്ല. ഭാര്യ ഉണ്ടായിരിക്കെ ഓടി നടന്ന് വ്യഭിചരിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാ കാലത്തും നിങ്ങളുടെ ആവേശവും ആനന്ദവും കൂടെ ഉണ്ടാവണമെന്നില്ല. ഇത്തരക്കാർക്ക് അല്ലാഹു ഭൂമിയിൽ നൽകുന്ന മഹാശിക്ഷയുണ്ട്. വയസ്സാങ്കാലത്ത്, വാർദ്ധക്യ സമയത്ത് ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ പോലും ഒരു സ്നേഹമോ പരിഗണയോ വാല്യൂസോ ലഭിക്കാതെ ഒരു അധപ്പതനത്തിന്റെ വാർദ്ധക്യമായിരിക്കും. ഭാര്യമാരുണ്ടായിരിക്കെ വ്യഭിചാരം ആഗ്രഹിക്കുന്ന ആണുങ്ങളൊക്കെ ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അതിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്, അർശിന്റെ തണൽ കിട്ടുന്നത് ആരാന്നറിയാം? ഒരാൾ, അവിടെ പുരുഷനൊന്നും അർത്ഥമില്ലട്ടോ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ he studying in +2 or degree. ഒരു പെണ്ണ് ഹായ് എന്നിട്ട് മെസ്സേജ് അയച്ചു. ചില്ലറക്കാരിയൊന്നല്ലേ ഉള്ളൂ. ആ പെണ്ണ് ക്ഷണിച്ചു, വൃത്തികേട്. അപ്പോൾ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമ്പർ ബ്ലോക്ക് ചെയ്യാൻ 4G കാലത്ത് ആകെ 2 സെക്കൻഡ് മതി. ആർസിലറിങ്ങലോ അങ്ങനെ കിട്ടി ഇത്ര പെട്ടെന്ന്. തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ ഈമാനൊന്നും പോരാ, ചില്ലറ ഈമാൻ പോരാ. അതാണ് അത്രയും വലിയ ഓഫർ ആ നന്മക്കുള്ള വെച്ചത്. അർശിന്റെ തണൽ കിട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയാം, അയാൾ ഈമാനോട് മരിക്കുന്ന. ഈമാനില്ലാത്തവർക്ക് എന്താ അർശിന്റെ തണൽ? അവിടെ പറഞ്ഞ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരാൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, എതിർലിംഗത്തിൽപ്പെട്ട ആണോ പെണ്ണോ മെസ്സേജ് അയച്ചു, വൃത്തികേട് അല്ലെങ്കിൽ ക്ഷണിച്ചു, അയാൾ എന്ന് ചിന്തിച്ച് മാറി നിന്നാൽ അയാൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ജീലാനി അനുസ്മരണം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ രൂപപ്പെടേണ്ട ഒരു ആശയം, ഞാൻ പൂർണ്ണമായി തെറ്റെന്ന് മാറി നിൽക്കും. തെറ്റോടുകൂടി ഖദിറൻ വനജസൻ, തെറ്റോടുകൂടി അല്ലാഹുവിലേക്ക്